വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 11 തീയതി ഫെബ്രുവരി മാസം 2026 രാവിലെ 7:47 ആയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ദിവസത്തിന് ശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ്, 9 തീയതി വീണ്ടും, ഇന്നലെ 10 തീയതി ഒരു ഗ്യാപ്പ് അപ്പ്, ഇന്നും ഒരു ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 26 സ്ട്രാഡിലാണ് ഈ കോൺട്രാക്റ്റിൽ അവർ തുടങ്ങിയിരിക്കുന്നത്. 26,000 റുപ്പീസിന്റെ സ്ട്രാഡിലാണ് അവരുടെ ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് വീക്കിലി കോൺട്രാക്റ്റിന്റെ സപ്ലൈ സോൺ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന സ്ഥലമും, അല്ലെങ്കിൽ വീക്കിലി കോൺട്രാക്റ്റിന്റെ അതായത് അടുത്ത ചൊവ്വാഴ്ച എക്സ്പയറി ആകുന്ന ആ കോൺട്രാക്റ്റിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്ന സ്ഥലവും മാർക്ക് ചെയ്തിട്ടില്ല. ഈ കാണുന്ന മാർക്ക് ചെയ്തേക്കുന്ന ഈ ലെവല് ഇൻട്രാഡേക്കുള്ള ലെവലാണ്. വീണ്ടും പറയുകയാണ്, ഞാനൊരു ഓപ്ഷൻ ബയർ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂ എല്ലാം ഓപ്ഷൻ സെല്ലർ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കിയാണ് ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഞാൻ 2 ദിവസമായിട്ട് ട്രേഡ് എടുത്തില്ല. കാര്യത്തിൽ ഈ കോൺട്രവേഴ്സി ഈ ഒരു സൈഡ് വേ മാർക്കറ്റിലും ചെറിയ പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും, എങ്കിലും കയറിയിട്ടില്ല. കയറാത്തതിന് കാരണം നിറയെ റീസൺ ഉണ്ട്. ഒഫീഷ്യൽ വർക്കാണ് മെയിൻ റീസൺ. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ 2 ദിവസമായിട്ട് ട്രേഡ് ഒന്നും എടുത്തിട്ടുമില്ല. ഗ്യാപ്പ് അപ്പ് ആയാൽ വീണ്ടും 26,000 വരണം. ഈ ലെവൽ എന്തായാലും ഒരു റെസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രാഡേ സപ്ലൈ സോൺ ആയിട്ട് വർക്ക് ചെയ്യും. 25, 130, 150 അവിടെയൊക്കെ, 130, 150 അവിടെയൊക്കെ ഒരു റിജക്ഷൻ കിട്ടും. അല്ലെങ്കിൽ അവിടെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം വീണ്ടും ഒരു മുകളിലോട്ടുള്ള ഒരു യാത്ര ചെയ്യാനായിട്ട്. കാര്യത്തിൽ ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷമുള്ള ഈ ദിവസത്തിന്റെ ഗ്യാപ്പ് അപ്പ് ഉണ്ടല്ലോ, 3 ഫെബ്രുവരി, ഇതിനകത്ത് ഈ റേഞ്ചിൽ തന്നെ ഇവർ നിന്ന് കളിക്കാനാണ് അവർ നോക്കുന്നത്. എങ്കിൽ ആ നഷ്ടം അന്ന് വന്ന സെല്ലറിനോ അല്ലെങ്കിൽ അന്ന് ആ കോൺട്രാക്റ്റിലോ എന്തെങ്കിലും ചെയ്തു വച്ചിരുന്ന ആൾക്കാർക്ക് ലാഭം തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ തിരിച്ച് ഒരു നല്ലൊരു റിവേഴ്സൽ, പിന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള അനാലിസിസ്, കാൻഡിൽ സ്റ്റിക് പാറ്റേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺഫിഡന്റ് വരുന്ന രീതിയിലുള്ള ഒരു റിജക്ഷനോ മറ്റോ അവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരിച്ച് 26,000 അല്ലെങ്കിൽ 25,950 എന്ന് പറയുന്ന ലെവല് വീണ്ടും നമുക്ക് വരുന്നത് കാണാം. ഇത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ. ഫ്ലാറ്റ് ആണെങ്കിൽ വീണ്ടും ഇതേപോലെ സൈഡ് വൈസ് ആകാനായിട്ടുള്ള ചാൻസ് ആണ്. കാരണത്തിൽ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. ഈ ക്യാൻഡലിന്റെ അവിടെ ഇന്നലത്തെ ഹൈ വന്നിട്ട് 26,044 ഇന്നലത്തെ ഹൈ. അപ്പൊ ഈ ഒരു ഹൈ പ്രീവിയസ് ഡേ ഹൈ, പിന്നെ പ്രീവിയസ് ഡേ ലോ, ഇന്നലത്തെ ലോ, ഇത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ 25,940. ഇങ്ങനെ ഒരു 100 പോയിന്റിന്റെ ഹൈയും ലോയിനകത്ത് നിൽക്കുമ്പം വീണ്ടും താഴോട്ട് വന്നാൽ ഈ ദിവസത്തിന്റെ ഹൈ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഈ ദിവസത്തിന്റെ ക്ലോസ് ഉണ്ട്, അതായത് 10 തീയതിത്തെ ഹൈ ഉണ്ട്, 10 തീയതിത്തെ ക്ലോസ് ഉണ്ട്, പിന്നെ 10 തീയതിത്തെ ഡേ ഓപ്പൺ ഉണ്ട്. അങ്ങനെ 9 തീയതിത്തെ, സോറി, ഇതെല്ലാം പറയുന്നത് 9th-നാണ്. 9th-ന്റെ ഹൈ, 9th-ന്റെ ക്ലോസ്, 9th-ന്റെ ഡേ ഓപ്പൺ. ഇപ്പൊ താഴോട്ട് ഫ്ലാറ്റ് ഓപ്പണാൽ താഴോട്ട് വരില്ല, പിന്നെ വീണ്ടും ഇതേപോലെ സൈഡ് വൈസ് ആയിട്ടുള്ള പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം 137 ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. വളരെ കുറവാണ്. വീണ്ടും കാര്യത്തില് 137, 120 വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ 137 എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു നിറച്ച ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ട്രേഡ് ചെയ്യാൻ എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് വൊളറ്റാലിറ്റി കിട്ടൂല. നിറച്ച ആൾക്കാർ ട്രേഡ് ചെയ്താലേ നമുക്കൊരു റേഞ്ച് കിട്ടുള്ളൂ, റേഞ്ച് എക്സ്പാൻഷൻ കിട്ടുള്ളൂ. അവർ പ്രീമിയം കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. 160 രൂപയിലെയും 170 രൂപയിലേക്ക് പ്രീമിയം സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നത്തെ ദിവസമൊക്കെ നല്ല വൊളറ്റാലിറ്റി നമുക്ക് കിട്ടി. താഴെ നിന്ന് മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും ഒക്കെ എൻട്രിയും എക്സിറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്ന് കോൺട്രാക്ട് തുടങ്ങിയ ദിവസം തന്നെ വളരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ശ്രദ്ധിക്കുക. 137 പോയിന്റ് ഓഫ് കൺട്രോൾ. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.